കോണ്ടാക്ടറിൻ്റെ അടിഭാഗത്തായി ഒരു CT കോയിൽ നിങ്ങൾക്ക് കാണാം. ഈ CT കോയിൽ ഉപയോഗിച്ചാണ് നമുക്ക് ആംബിയർ കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പൂല ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 HP ബോർവെൽ ഡിജിറ്റൽ പാനൽ ബോർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരുപാട് മോഡൽ പാനൽ ബോർഡുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കിർലോസ്കർ പമ്പിൻ്റെ ഡിജിറ്റൽ പാനൽ ബോർഡാണ്. ഒട്ടുമിക്ക കമ്പനികൾക്കും അനലോഗ് മീറ്റർ ആയിരിക്കും ഉണ്ടാവാറ്. അനലോഗ് മീറ്ററുള്ള പാനൽ ബോർഡ് ആണെങ്കിൽ ആംബിയറിനും അതുപോലെ തന്നെ വോൾട്ടിനും 2 മീറ്റർ ആയിരിക്കും നമുക്ക് പാനൽ ബോർഡിൽ കാണാൻ സാധിക്കുക. എന്നാൽ ഈ മീറ്ററിൽ വോൾട്ടും ആംബിയറും നമുക്ക് 1 മീറ്ററിൽ തന്നെ കാണാൻ സാധിക്കും. പാനൽ ബോർഡിൻ്റെ ഉൾവശം ഇതാണ്. പാനൽ ബോർഡിൻ്റെ ഉൾവശത്തുള്ളത് ഒരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും ഒരു റണ്ണിംഗ് കപ്പാസിറ്ററും അതുപോലെ തന്നെ ഒരു MCBയും ഒരു കോണ്ടാക്ടറും നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇൻപുട്ട് കണക്ഷനും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കണക്ഷനും കൊടുക്കാനുള്ള ഒരു കണക്ടറും ഈ പാനൽ ബോർഡിൻ്റെ ഡോറിലായി ഒരു ഡിജിറ്റൽ മീറ്ററും ഒരു ഓഫ് ബട്ടണും ഒരു ഓൺ ബട്ടണും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രവും ഇതിൻ്റെ ഡോറിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ പാനൽ ബോർഡിലും ഇതുപോലെ ഒരു ഡീറ്റെയിൽ ഡയഗ്രാം കാണാം. ഫസ്റ്റായി PN എന്ന് കാണുന്നതാണ് ഇൻപുട്ട് കണക്ഷൻ. RYB എന്ന് എഴുതിയ ഭാഗമാണ് മോട്ടറിലേക്കുള്ള ഔട്ട്പുട്ട് കണക്ഷൻ. പിന്നെ ഇതിൽ കാണുന്നത് നമ്മുടെ പാനൽ ബോർഡിലേക്കുള്ള വയറിംഗ് ഡയഗ്രമാണ്. കോണ്ടാക്ടറിൻ്റെ അടിഭാഗത്തായി ഒരു CT കോയിൽ നിങ്ങൾക്ക് കാണാം. ഈ CT കോയിൽ ഉപയോഗിച്ചാണ് നമുക്ക് ആംബിയർ കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു MCBയും കൊടുത്തിട്ടുണ്ട്. 16 ആംബിയറിൻ്റെ MCB ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റർ 72 MFTയുടെ ഒരു കപ്പാസിറ്ററാണ് ഈ പാനൽ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഈ പാനൽ ബോർഡിൻ്റെ ഉൾവശത്തായി ഉള്ളത്. അതുപോലെ തന്നെ ഡ്രൈ റൺ സെൻസിങ് ചെയ്യുന്ന പാനൽ ബോർഡും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൽ ഡ്രൈ റൺ സെൻസർ ഇല്ല. മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വോൾട്ടും ആംബിയറും കാണാൻ സാധിക്കും. മോട്ടോർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ LED തെളിയുകയും അവിടെ മോട്ടോർ ഓൺ എന്ന് മാർക്ക് ചെയ്തതായും നിങ്ങൾക്ക് കാണാം. മോട്ടോർ ഓൺ ആവുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ വോൾട്ടും ആംബിയറും മാറി മാറി വരുന്നത് കാണാൻ സാധിക്കും. വലത്ത് ഭാഗത്തായി V എന്നും അതിൻ്റെ അടിഭാഗത്തായി A എന്നും എഴുതിയിട്ടുണ്ട്. A എന്ന് എഴുതിയ LED വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആംബിയർ കാണാൻ സാധിക്കുന്നത്. V എന്ന് മാർക്ക് ചെയ്ത LED വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ടും ലൈൻ വോൾട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനലോഗ് മീറ്ററിൽ കാണിക്കുന്നതിനേക്കാളും വളരെ കറക്റ്റ് ആയിരിക്കും ഡിജിറ്റൽ മീറ്ററിൽ കാണിക്കുന്ന വോൾട്ടും ആംബിയറും. ഡിജിറ്റൽ പാനൽ ബോർഡിനെ കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.